ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ റെഡിയാവുന്ന വീഡിയോസ് അല്ലേ എടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്തോട്ട് പോകാം കേട്ടോ. പുറത്തോട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു മൂവി കാണാൻ പോവാണ്. നമ്മുടെ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ദിലീപ് ഏട്ടൻ്റെയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെയും കൂടി ഒരുമിച്ചുള്ളൊരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പട്ടോപ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നലെ പോകാൻ നിന്നായിരുന്നു, പക്ഷേ ഇന്നലെ ഫാൻ ഷോ ആയിരിക്കും. അത് കണ്ടിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നി. അതുകൊണ്ട് ഇന്നത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോയിട്ട് സിനിമ എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ, ഇതൊക്കെ നോക്കിയിട്ട് വരാം. ഇപ്പം ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോവുകയുള്ളൂ. അപ്പം കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തിയേറ്ററിൽ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ കണ്ണൂരുള്ള തിയേറ്റർ എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം സവിത ഫിലിം സിറ്റി. ഇവിടെയുള്ള വലിയ തിയേറ്റർ തന്നെയാണ് കേട്ടോ സവിത. പിന്നെ ഇവിടെ 4 വേറെ തിയേറ്റേഴ്സ് വരുന്നുണ്ട്. ചെറിയ തിയേറ്ററിലാണ് വരുന്നത്. സമുദ്ര, സാഗര എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ നമ്മുടെ ബബ്ബയുടെ പോസ്റ്ററൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് ടിക്കറ്റ് കൈ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തംബ്നെയിലിന് വേണ്ടിയിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കഴിക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇവരൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ആ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മൂവി കാണാൻ വേണ്ടിയിട്ട് കയറാൻ പോകാം. അപ്പോൾ കണ്ടിട്ട് എന്തൊക്കെയായിട്ട് വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൂവി കാണട്ടെ. മൂവി കണ്ടിട്ട് എന്തൊക്കെയാണ് ബാക്കി വിശേഷങ്ങൾ എന്നുള്ളത് കാണാം കേട്ടോ. സിനിമ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എനിക്ക് ഈ സോങ്ങിനെ പറ്റി പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഈ സോങ് ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ ബോറാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമുക്കങ്ങനെ ബോറൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. അധികവും സിനിമ കഴിഞ്ഞ് നമ്മൾ ഇവിടേക്കാണ് വരാറുള്ളത് കേട്ടോ, മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെഹഫിൽ മന്തിയാണ്. അപ്പോൾ നമ്മൾ ഫിലിം കണ്ട് വന്ന് ഇപ്പോൾ നമ്മുടെ ഫേവറേറ്റ് മന്തി സ്പോട്ട് മെഹഫിൽ മന്തിയിലാണ് നമ്മൾ വന്നിട്ടില്ലേ. നമുക്ക് മന്തി കഴിച്ചിട്ട് നമ്മുടെ മൂവി റിവ്യൂ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ നമ്മുടെ മന്തിയുടെ കൂടെ വരുന്ന ഒരു കോംപ്ലിമെൻ്ററി സൂപ്പാണ് കേട്ടോ ഇത്. നല്ല റിഫ്രഷിങ് ഫീലാണ് കേട്ടോ ഇത് കുടിക്കുമ്പോൾ തന്നെ, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ സാലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. നമ്മളൊരു ബീഫ് മന്തിയും അതുപോലെ തന്നെ പെരി പെരി അൽഫാം മന്തിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർമെലൺ ജ്യൂസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മന്തിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. നല്ല സൂപ്പർ മന്തിയായിരുന്നു കഴിച്ച്. നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണിത്. അപ്പം ഇവിടെ കണ്ണൂരുള്ളവരുണ്ടെങ്കിൽ സിനിമയൊക്കെ കാണാൻ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറി വെക്കാം. മെഹഫിൽ മന്തിയാണ്, സൂപ്പർ മന്തിയാണ്. ഇവിടെ മഹബൂത്തൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അത് ട്രൈ ചെയ്തിട്ടില്ല. മന്തി തന്നെയാണ് എപ്പോഴും ട്രൈ ചെയ്യുന്നത്. അത് സൂപ്പറാണ് ഗൈസ്. നിങ്ങൾ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും. വന്നിട്ടില്ലാത്തവർ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഏരിയൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുള്ള് റോഡിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാമെന്ന് വെച്ചു. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മെഹഫിൽ മന്തി വരുന്നത്. ഹായ്, അപ്പോൾ ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ടു, മന്തിയൊക്കെ കഴിച്ച് ബസ് കയറി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിനിമയുടെ റിവ്യൂ വീട്ടിലെത്തിയിട്ട് പറയാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സിനിമയായിരുന്നു കേട്ടോ, അടിപൊളി സിനിമയായിരുന്നു. അതിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നോ ലോജിക് ഫുൾ ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ആയിരുന്നു, ഫുൾ ഓഫ് മാഡ്നസ് തന്നെ ആയിരുന്നു. നമ്മളൊരു പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അതുപോലെ തന്നെ നല്ല ഓളുള്ളൊരു സിനിമയാണ്. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴേക്കും ലാലേട്ടൻ്റെയൊക്കെ എൻട്രി ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ലാലേട്ടൻ്റെയൊക്കെ നല്ല ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പല മൂവീസിൻ്റെയും റെഫറൻസ് ഇതിൽ കാണാൻ പറ്റും. പല മൂവീസിൻ്റെയും ആൾക്കാരെയും വണ്ടികളെയും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സിനിമയാണ് കേട്ടോ, കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ദിലീപ് ഏട്ടൻ്റെയും ലാലേട്ടൻ്റെയും ഒക്കെ ആക്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അതാണ് എനിക്ക് റിവ്യൂ ഒന്നും എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ എൻ്റെ റിവ്യൂ ഇതാണ്. എനിക്കിഷ്ടപ്പെട്ടു. കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയായിരുന്നു കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് മന്തിയൊക്കെ കഴിച്ചപ്പോഴേക്കും വയറൊക്കെ ഫുള്ളായി. ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. ഇപ്പോൾ എന്തായാലും കുറച്ച് ടൈം കിടക്കാൻ വെച്ചു. കിടന്നിട്ട് വേണം ബാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ വ്ളോഗ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.